ഹായ് മക്കളെ, ഇന്ന് സൺഡേ അല്ലേ? അപ്പം ഞാൻ വെച്ചൊന്ന് റോക്കിനെ കുളിപ്പിക്കാന്ന്. അവനിപ്പോൾ കുളിപ്പിക്കുന്ന കുറഞ്ഞിട്ട് അവൻ്റെ മേത്ത് ചെള്ളെല്ലാം കൂടിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് വീക്ക്ലി 1 ടൈംസ് എങ്കിലും കുളിപ്പിക്കണമെന്ന്. അപ്പോൾ ഇപ്പോൾ എല്ലാ ദിവസവും അങ്ങ് സൺഡേ കുളിപ്പിച്ച് പോകുന്നുണ്ട്. എപ്പോഴാണ് മടി വരുവാന്നറിയില്ല. അവനിതാ കുളിപ്പിക്കാൻ റെഡി ആയിട്ട് ഇവിടെ നിൽക്കുന്ന. ഞാനതിൻ്റെ നേരെ പോയി പൈപ്പ് ഓണാക്കി അവൻ്റെ മേത്ത് വെള്ളാക്കി. അവന് വെള്ളാക്കുന്ന എത്ര ഇഷ്ടമല്ല. മേത്ത് വെള്ളാക്കുമ്പോൾ വേഗം ദേഷ്യം പിടിക്കും. സോപ്പെല്ലാം തേക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേങ്കിൽ സോപ്പെല്ലാം തേക്കുമ്പോൾ കയ്യെല്ലാം കാണിച്ചു തരും. അങ്ങനെ കുറച്ച് സമയം അവനിങ്ങനെ വെള്ളം തെറിപ്പിച്ച് ദേഷ്യം പിടിപ്പിച്ചിട്ടെല്ലാം കളിപ്പിച്ച് അതിനിടയ്ക്ക് ഒരു ഓട്ടോ പോയിനു. അപ്പോൾ ആ ഓട്ടോ പോകുമ്പോൾ അവൻ നിൽക്കാണ്ട് ഒച്ചയാക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഒരു ഓട്ടോ കൂട്ടാൽ പോയാൽ മതി. അപ്പോൾ അവൻ കുരക്കാൻ തുടങ്ങും. ഞാൻ പോയിട്ട് അവൻ്റെ ഷാമ്പു എടുത്ത്, അത് ചെള്ളിൻ്റെ ഷാമ്പു വന്നു. അത് തേച്ചാൽ അധികം ചെള്ള് വരില്ല എന്നാണ് പറയാം. അപ്പോൾ അത് തേച്ച് കൊടുത്ത് കുറച്ച് വെള്ളമാക്കി കുറച്ച് മിക്സ് ചെയ്തിട്ട് അവനെ മേത്തി നല്ലോണം ഉരച്ചെടുത്ത്. അപ്പോൾ പോയിട്ട് ബ്രഷ് എടുക്കാൻ പോയി. ഓരോന്ന് മറന്നു പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് എടുത്തിട്ട് വരുന്നതാണ്. അപ്പോൾ ബ്രഷ് എടുത്ത് നല്ലോണം ഉരച്ചെടുത്ത് രോമെല്ലാം നല്ലോണം കൊയ്യുന്നുണ്ട് ഇവന്. അതിപ്പോൾ ഷെഡിങ് ആയതുകൊണ്ടാന്ന് തോന്നുന്നേ. നിങ്ങളവൻ്റെ കുർത്തക്കട കണ്ടോ ഗൈസ്? ഞാൻ മേത്തെല്ലാം ഷാമ്പു തേപ്പിച്ചിട്ട് അവൻ പോയിട്ട് പിന്നെയും ചളിയിൽ പോയിട്ട് ഉരുണ്ട് കളിച്ച്. അപ്പോൾ പിന്നെയും ഷാമ്പു തേപ്പിച്ച് ഇവനാ. ആള് വെറും കുർത്തക്കട്ടെ. നിങ്ങളെ വീഡിയോ കാണുന്ന തീരെ നോക്കണ്ട, ഫുള്ള് കുർത്തക്കടാന്ന്. അവനെ മുഖത്ത് ഷാമ്പു തേക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൻ മുഖത്ത് ഷാമ്പു തേക്കാൻ വിടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഷാമ്പു തേക്കുന്നത്. അപ്പോൾ ഷാമ്പു തേച്ചിട്ട് 10-15 മിനിറ്റ് അടങ്ങിയാണ് അനങ്ങാണ്ട് വെച്ച്, എന്നാലും അതിന് എഫക്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ സമയത്ത് ഞാൻ വെറുതെ കാറിനെല്ലാം കുളിപ്പിച്ച് അങ്ങനെ 10-15 മിനിറ്റ് കഴിഞ്ഞ ശേഷം മേത്ത് വെള്ളമാക്കിയിട്ട് പിന്നെയും കുളിപ്പിച്ച്. കുളിപ്പിക്കുമ്പോൾ അവൻ പിടിക്കാൻ വെച്ച് കളിക്കുന്ന പോലെ കളിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കും. അവൻ്റെ കുർത്തക്കെടാണ്ട് നിങ്ങൾ കളിപ്പിക്കുന്ന കയറെടുത്ത് കാലിനകത്തെല്ലാം കുടുക്കി വെക്കുന്ന ഓടുന്ന്, ഒന്നും പറയണ്ട. അങ്ങനെ അവനെ എങ്ങനെയോ എടുത്തിട്ട് കൂട്ടിൻ്റെ മുകളിൽ കയറ്റി. ഒരു ദിവസം ഞാൻ അവനെ കുളിപ്പിച്ചിട്ട് ഒന്ന് അയച്ചു വിട്ട് നോക്കി. അപ്പോൾ അവൻ ഓടിപ്പോയി. പിന്നെ മേത്തെല്ലാം ചളിയാക്കിയിട്ടാണ് വന്നേ. ഇപ്പോൾ കൂട്ടിൻ്റെ മുകളിൽ വെച്ച് തന്നെ അതുകൊണ്ടാണ്. ചിലപ്പോൾ ഗടുങ്ങിൻ്റെ മുകളിൽ വെച്ചിട്ടല്ല തോർത്തി കൊടുക്കൽ. ഇപ്പോൾ കൂട്ടിൻ്റെ മുകളിൽ നിന്ന് തുള്ളാൻ പേടിയായതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ കൂട്ടിൻ്റെ മുകളിൽ നിന്ന് ഓടുവേനു. തോർത്തൊന്നും തീരെ ഇഷ്ടമല്ല, കടിക്കാൻ നോക്കും തോർത്തല്ലോ. കണ്ട അവൻ്റെ കളി കണ്ട് നിങ്ങൾ. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ നോക്കി. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ചപ്പോൾ കുരക്കുന്ന ഇങ്ങോട്ട് നോക്കിയിട്ട്. അപ്പം അങ്ങനെ മെല്ലന സോപ്പിട്ടിട്ട് കൂട്ടി കയറ്റാനൊന്നും വിളിച്ചാൽ വരില്ല. എടുക്കാൻ നോക്കുമ്പോൾ കടിക്കാൻ നോക്കുന്നത്. അവിടെ ബിസ്ക്കറ്റും തീർന്നല്ലേ, ബിസ്ക്കറ്റ് കൊടുത്തിട്ട് കൂട്ടി കയറ്റാനുള്ളത്. അവനങ്ങനെ എങ്ങനെ എടുത്തിട്ട് കൂട്ടി കയറ്റി, പെട്ടെന്ന് എടുത്തിട്ട് കൂട്ടി കയറ്റണം, അല്ലെങ്കിൽ അപ്പോഴും എടുക്കാൻ എല്ലാം എടുത്തിയാണെങ്കിൽ അപ്പാട് അവൻ ഓടി കളിയും. അവൻ വല്ലാതെ കളിപ്പിക്കും. കുളിപ്പിക്കുമ്പോൾ ആണെങ്കിലും ഇപ്പോൾ അവനെ കൂട്ടുകയറ്റുന്നതാണെങ്കിലും നല്ല വികൃതി കുട്ടനാണ്. അയ്യോ ഗൈസ്, ഇവനെ കുളിപ്പിച്ച് ഞാനൊക്കെ ടയേർഡായിപ്പോയി. ഇവനെ കുളിപ്പിക്കലൊരു ടാസ്ക് തന്നെ. എനിക്ക് വിശന്നിട്ട് വയറ് കാളുന്ന പോലെ ഉണ്ട് ഗൈസ്. ഒന്നും കഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഈ ഭക്ഷണം കഴിക്കട്ടെ. ഓക്കെ, ബൈ ബൈ.